നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നവജാത ശിശുവിന്റെ തലച്ചോറിലുണ്ടായ ക്ഷതത്തിന് കാരണക്കാർ ഡോക്ടർമാരാണെന്ന് ദുബായ് സിവിൽ കോടതി. തലച്ചോറ് പ്രവർത്തനരഹിതമായതോടെ കുഞ്ഞിന് ഭക്ഷണം കഴിക്കാനോ നടക്കാനോ സംസാരിക്കാനോ കഴിയാത്ത അവസ്ഥയാണ്. ഇതിന് ആശുപത്രിയും ഡോക്ടർമാരും കുറ്റക്കാരാണ്. നഷ്ടപരിഹാരമായി 7 ലക്ഷം ദിർഹം മാതാപിതാക്കൾക്ക് നൽകണമെന്ന് ദുബായ് സിവിൽ കോടതി ഉത്തരവിട്ടു. ജീവനക്കാർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഏർപ്പെടുത്താത്ത തൊഴിലുടമകൾക്കെതിരെ കടുത്ത നടപടിയുമായി സൗദി അറേബ്യ. നിയമം ലംഘിച്ച 140 കമ്പനികൾക്ക് പിഴ ചുമത്തിയതായി കൗൺസിൽ ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് അറിയിച്ചു. ഇൻഷുറൻസ് നിയമങ്ങളിൽ വീഴ്ച വരുത്തിയതിന് ഈ വർഷം 3-ാം പാദത്തിൽ ആകെ 82.8 കോടി റിയാലാണ് വിവിധ കമ്പനികൾക്ക് പിഴ ചുമത്തിയത്. മസ്കത്ത്, ഒമാനിൽ തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും ഗുണകരമാകുന്ന വമ്പൻ പ്രഖ്യാപനങ്ങളുമായി തൊഴിൽ മന്ത്രാലയം. തൊഴിൽ പെർമിറ്റുകൾക്കും നിരക്ക് കുറച്ചും കാലയളവ് ദീർഘിപ്പിച്ചും നടപടികൾ ലളിതമാക്കിയുള്ള പുതിയ ചട്ടക്കൂട് സ്ഥാപിച്ച് മന്ത്രാലയം ഉത്തരവിറക്കി. ഔദ്യോഗിക ഗസറ്റിൽ ഉത്തരവ് പബ്ലിഷ് ചെയ്ത് 3 മാസത്തിന് ശേഷം പ്രാബല്യത്തിൽ വരും. നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നതിനും ചെലവ് കുറയ്ക്കുന്നതിനുമായി വർക്ക് പെർമിറ്റ് ചട്ടങ്ങളിൽ ഭേദഗതികൾ കൊണ്ടുവന്ന് ഒമാൻ തൊഴിൽ മന്ത്രാലയം. പുതിയ നടപടി പ്രകാരം പ്രവാസി തൊഴിലാളികളുടെ താമസ കാലാവധി അനുസരിച്ചാണ് വർക്ക് പെർമിറ്റുകൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഗാർഹിക തൊഴിലാളി നിയമവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള നിയമങ്ങൾ നിലനിർത്തും. ഭിന്നശേഷിക്കാർ, മുതിർന്ന പൗരന്മാർ, രോഗികൾ എന്നിവരുടെ പരിചരണത്തിന് നിയമിക്കുന്ന വീട്ടുജോലിക്കാരുടെ പെർമിറ്റ് ഫീസുകൾ പൂർണ്ണമായും ഒഴിവാക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു.